ദൈവത്തിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ എനിക്ക് JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന വചനപരമ്പരയിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാൻ കൃപാലുവായ ദൈവം അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഹാദൈവവും രക്ഷിതാവുമായ ഏകദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം കരയേറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും കർത്തൃസേവയിലായിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും എന്നെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സുവിശേഷം എന്ന വചന പരമ്പരയിൽ സ്നാനമെന്ന വിഷയത്തെപ്പറ്റി നാം ചിന്തിച്ച് വരുന്നുവല്ലോ. ഇന്ന് നാം 14-ാം ഭാഗമായി ചിന്തിക്കുന്നത് സ്തോത്രം യോഹന്നാൻ്റെ സ്നാനം അല്ലെങ്കിൽ മാനസാന്തര സ്നാനം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മോശയോട് ചേർന്നതായ സ്നാനം 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിലൂടെ നാം ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായി നാം ചിന്തിച്ചു മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം 1 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 29 മുതൽ. സ്നാനത്തെപ്പറ്റി പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ ആലോചനയാണത്, അതൊരു മുൻകുറിയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നാം ദൈവജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഗലാത്യ ലേഖനം നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിനോട് ചേരുവാൻ നാം സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കുകയാണ് നാം ചെയ്യുന്നത്. വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ ധരിക്കുകയാണ് സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. യോഹന്നാന്റെ സ്നാനം അല്ലെങ്കിൽ മാനസാന്തര സ്നാനം എന്നുള്ളതായ വിഷയത്തോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ആധാരമായി അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്. എൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി 12ഓളം ആയിരുന്നു. അപ്പോൾ ഇവിടെ സ്തോത്രം യോഹന്നാന്റെ സ്നാനം മാനസാന്തര സ്നാനമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അല്പം ചിന്തിക്കേണ്ടതുണ്ട്. സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ മാനസാന്തര സ്നാനമാണ് സ്തോത്രം കഴിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യോഹന്നാന്റെ പ്രസംഗം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമീപനമായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. പിന്നെയും പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുക എന്നതായിരുന്നു. ദൈവകൽപ്പനയുടെ അനുസരണമാണ്. യെശയ്യാപ്രവചനം അതിൻ്റെ 40-ാം അധ്യായത്തിൻ്റെ 3-ൽ നമുക്കത് കാണുവാൻ കഴിയും. അത് യെശയ്യാപ്രവാചക പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്
അവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമായ പ്രസംഗ വിഷയം ഇതായിരുന്നു, സ്തോത്രം, മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ എന്നാണ്. യോനയെ തന്നോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ മാനസാന്തരം എന്നതായിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അപ്പോൾ നിർജീവ പ്രവൃത്തി അല്ലെ നമ്മളെ നശിപ്പിക്കുന്ന, അല്ലെ മരിപ്പിക്കുന്ന ആ പ്രവൃത്തികളിൽ നിന്ന് മനസ്സെങ്ങനെ മാറണം, അതിലെ പിന്തിരിയണം എന്നുള്ളതായ വിശദമായ ഒരു പഠനം ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ വിഷയം നാം അറിഞ്ഞിരിക്കണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഒന്നാമതായി മാനസാന്തരം അല്ലെങ്കിൽ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നതിൻ്റെതായ അർത്ഥം മനസ്സിൻ്റെ മാറ്റം എന്നുള്ളതാണ്. സ്തോത്രം. ദുഃഖം മാനസാന്തരമല്ല എന്നുള്ളതാണ്. രക്ഷയുടേതായിരിക്കുന്ന പടികളാണ് ദുഃഖം, മാനസാന്തരം, രക്ഷ എന്നുള്ളത്. ഒക്കെ ഓരോ പടികളാണ്. പാപത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദുഃഖം മാനസാന്തരമല്ല. അതുകൊണ്ട് ഈ വിഷയം ശരിയായി അറിയണം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. നാഹും എന്ന എബ്രയ പദമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് സുമാർ 35 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അതിന് അനുതപിക്കുക എന്നതാണ്. അപ്പോൾ അനുതപിക്കുന്നതാണ് ഇത് അർത്ഥമാക്കിയിരിക്കുന്നത്. നാഹും എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് അനുതപിക്കുക. എന്നാൽ കൊരിന്തി ലേഖനം 2 കൊരിന്തി ലേഖനത്തിൻ്റെ അതിൻ്റെ സ്തോത്രം 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ ഉള്ള വാക്യങ്ങൾ, 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 7-ന്റെ 9ഉം 10ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ, നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കുന്നു. അപ്പോൾ രക്ഷയിലേക്ക് നയിക്കുന്നതായ ഒന്നാണ് മാനസാന്തരം. അപ്പം രക്ഷയിലേക്ക് നയിക്കുവാനാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ വെള്ളത്തിൽ മാനസാന്തര സ്നാനം കഴിപ്പിച്ചത്. അപ്പോൾ രക്ഷ പൂർണ്ണമാകുന്നില്ല, രക്ഷയിലേക്ക് നയിക്കുന്നതാണ്. സ്തോത്രം. അതിനെ മാനസാന്തരം ഉളവാക്കുന്നതായ സാക്ഷ്യവുമാണ്, അനുസരണമാണ് യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ചതായ മാനസാന്തര സ്നാനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പോസ്റ്റ്പ്രവൃത്തി ആമുഖമായിട്ട് നമ്മൾ വായിച്ചതായിരിക്കുന്ന ആ ദൈവിക വചനത്തിൽ പൗലോസ് കൊരിന്തിലിരിക്കുമ്പോൾ അത് തുടങ്ങിയിട്ടുള്ളതായിരിക്കുന്നു. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അപ്പം ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അത് മാനസാന്തര സ്നാനം, അത് യോഹന്നാൻ കഴിപ്പിച്ചതാണ്. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ ഈ 2 സ്നാനവും തമ്മിലുള്ള വൈജാത്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാകണം. ഈ അറിവ് നമ്മൾ പ്രാപിക്കണം. ഈ അറിവ് നമ്മൾ അനുസരിക്കണം. അപ്പോൾ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരത്തിന് യോഗ്യമായിരിക്കുന്ന അടയാളമായി ചെയ്യുന്ന അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് നമ്മൾ
സ്തോത്രം, രക്ഷപ്പെടുവാൻ, രക്ഷയിലേക്ക് നയിക്കുന്ന, മാനസാന്തരം ഉളവാക്കുന്നതാണ് ഈ യോഹന്നാൻ്റെ സ്നാനം. ഈ സ്നാനവും പഴയ നിയമ സ്നാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നു നമ്മൾക്ക് ഉചിതം. ഈ സ്നാനത്തിൽ രക്ഷയിലേക്ക് നയിക്കുന്ന, ഉളവാക്കുന്ന മാനസാന്തരമാണ്. അതിന് പ്രതീകമായി നടത്തുന്നതായ സ്നാനമായിരുന്നു യോഹന്നാൻ സ്നാപകൻ ചെയ്തിരുന്നത്. അത് പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് നമുക്കത് വ്യത്യസ്തതകൾ, അതിൻ്റെ വൈജാത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീടായി അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. മറ്റു ഭാഗങ്ങളിൽ ഷൂ എന്ന പദമാണ് കൊടുത്തിരിക്കുന്ന എബ്രായ പദം. പിന്തിരിയുക എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. 80-ാം സങ്കീർത്തനത്തിൻ്റെ 3, 7, 19 വായിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്തിരിയുക, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിയുക, അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുക എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. യിരെമ്യാ പ്രവചനത്തിലും അതിൻ്റെ 31, 18, 20 വാക്യങ്ങളിലും അല്ലെങ്കിൽ മടങ്ങി വരിക, ദൈവത്തിലെങ്കിലേക്ക് മടങ്ങി വരിക എന്നതാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നാഹം എന്ന പദവും ഷൂവ് എന്ന പദവും അനുദപിക്കുക എന്നും യഥാസ്ഥാനപ്പെടുക, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിയുക, സ്തോത്രത്തിലെ പിന്തിരിയുക, മടങ്ങി വരിക എന്നൊക്കെയുമാണ് അതിനെ അർത്ഥമാക്കിയിരിക്കുന്നത്. പാപത്തിൽ നിന്ന്, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ച് വരുന്നതാണ്, യഥാസ്ഥാനപ്പെടുന്നതാണ് സ്തോത്രം ഷൂ എന്നുള്ളതായിരിക്കുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമത്തിൽ മെറ്റനോയിയ അത് 23 പ്രാവശ്യം ഒക്കെയും കാണാം. മെറ്റനോയോ എന്നുള്ളത് 34 പ്രാവശ്യത്തോളം കാണാം. അനുതപിക്കുക, പശ്ചാത്തപിക്കുക എന്നാണ് അതിനർത്ഥമാക്കുന്നത്. അനുതപിക്കുക, പശ്ചാത്തപിക്കുക എന്നാണ് ഈ മെറ്റനോയിയ എന്നുള്ളതായിരിക്കുന്ന ഗ്രീക്ക് പദം കൊണ്ട് സ്തോത്രം അർത്ഥമാക്കുന്നത് പുതിയ നിയമത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 3:19 വായിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെടുക. അപ്പോൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മുന്നോടിയായി നടക്കുന്നതായ ഒരു പ്രവൃത്തിയാണ് മാനസാന്തരം. ആ മാനസാന്തരം ജലത്തിലൂടെ കഴുകിക്കളയുമ്പോൾ, യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 16 വായിക്കുമ്പോൾ നിങ്ങൾ കഴുകി വെടിപ്പാക്കുക. അപ്പോൾ കഴുകി പാപങ്ങൾ നിങ്ങൾക്ക് മാഞ്ഞു കിട്ടേണ്ടതിന് മുന്നോടിയായി നടത്തുന്നതായ പ്രഖ്യാപനത്തിൻ്റെ പ്രദർശനമാണ് ഈ സ്തോത്രം മാനസാന്തര സ്നാനം എന്നുള്ളത്. ഇത് സ്തോത്രം ജാതികളോടും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ്. സ്തോത്രം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനം പ്രാപിക്കുക. അപ്പോൾ മാനസാന്തരം, പാപങ്ങളുടെ മോചനം മർക്കോസ് 16:14 കാണുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക. എന്നിട്ട് ഇവിടെ പറയുന്നു, ലൂക്കോസ് 24:47 പറയുന്നു, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. പ്രധാനപ്പെട്ടതാണ് മാനസാന്തരം, പാപമോചനം. ഇത് നാം ശരിയായി അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സ്തോത്രം. ഇത് ഒരു പുതിയ നിയമത്തിൻ്റെ മാത്രമുള്ള ഉപദേശമല്ല. ഈ പ്രസംഗ വിഷയം എന്ന് പറയപ്പെടുന്നത് പുതിയ നിയമത്തിൻ്റെ മാത്രം സ്തോത്രം ഉപദേശമല്ല. പ്രവാചകന്മാരുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രസംഗ വിഷയമായിരുന്നു മനസാന്തരം എന്നുള്ളത്. യോഹന്നാൻ സ്നാപകന്റെ ആദ്യത്തെ പ്രസംഗമാണ് മാനസാന്തരപ്പെടും.
ആവർത്തന പുസ്തകം 30-10, 2 രാജാക്കന്മാർ, അങ്ങനെ യഹസ്കേൽ പ്രവചനം, ഇരമീയ പ്രവചനം, യോന തുടങ്ങിയുള്ളതായിരിക്കുന്ന ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്താണ് മാനസാന്തരം എന്നൊരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രസംഗിക്കുന്നതായി. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ സ്തോത്രം 12-ാം അധ്യായത്തിൻ്റെ 39 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം കർത്താവ് സ്തോത്രം ചില കാര്യങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും. ഇവിടെ പറയുകയാണ്, അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. യോനാ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോടൊന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യോനയുടേതായ പ്രസംഗത്തിൻ്റെ വിഷയം മാനസാന്തരമാകുന്നു എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു എടുത്ത് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇനി യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? അതും മാനസാന്തരം എന്നുള്ളതായിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് മാനസാന്തരം എന്നുള്ളതായിരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. അതുകൊണ്ട് മാനസാന്തരം എന്നുള്ളതായിരിക്കുന്ന വിഷയം അതിപ്രധാനമാണ്. യോഹന്നാൻ്റെ പ്രസംഗ വിഷയമായിരുന്നു. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1-8, അതുപോലെ 1-ാം അധ്യായം, മർക്കോസിൻ്റെ 1-ാം അധ്യായമൊക്കെയും വായിക്കുമ്പോൾ യോഹന്നാൻ്റെ പ്രസംഗം വിഷയം അതായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ പ്രസംഗം നമ്മൾ 11-ാം അധ്യായം 11 അതിൻ്റെ 20-29 നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അപ്പോൾ മത്തായി സുവിശേഷവും അതിനകത്ത് 11-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാമുള്ള വാക്യം മുതൽ, പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ ശാസിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ ഈ കാര്യം എടുത്ത് പറയുകയാണ്, കോരേസേ നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ പണ്ടേരട്ടിലും വെണ്ണിയിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്ന്. മാനസാന്തരം അതുപോലെ കപ്പർന്നഹൂമിനെ സ്തോത്രം കുറിച്ചും പറയുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എന്താണ് മാനസാന്തരം എന്നുള്ളതായ ഒരു വിഷയം? നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം എന്നുള്ള വിഷയത്തെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ്. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് ആ സുവിശേഷത്തിൽ ആ 13-ാം അധ്യായം നമുക്ക് അതിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മാനസാന്തരം എന്നുള്ളതായ വിഷയത്തിൻ്റെ പ്രാധാന്യം
ഗൗരവമേറിയതായിരുന്നു. ആ ഗൗരവമേറിയതായിരിക്കുന്ന വിഷയമാണ് സ്തോത്രം പ്രസംഗിച്ചത്. സ്തോത്രം ആര്? യോഹന്നാൻ സ്നാപകൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്ന് അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മാനസാന്തരം എന്ന് ആ വിഷയം വളരെ ഗൗരവമാണ്. സ്തോത്രം. അതിനു മുന്നോടിയായി, ആ മാനസാന്തര പാപങ്ങൾ കഴുകിക്കളയുന്നതിന് മുന്നോടിയായി, മാനസാന്തരത്തിനുമായ യോഗ്യമായ ഫലം കായ്ക്കുന്ന, അതിനുവേണ്ടി ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തികൾ സാക്ഷ്യമായി ചെയ്യുന്നതായ ഒന്നാണ് സ്തോത്രം മാനസാന്തര സ്നാനം എന്നുള്ളത്. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 47, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. സ്തോത്രം. അപ്പോൾ യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം. അപ്പോൾ ഇവ ദൈവം പറയുകയാണ്. കർത്താവ് അവരെ ഉപദേശിച്ച് നൽകുകയാണ്, അവർക്ക് ഉപദേശം കൊടുക്കുകയാണ്. നിങ്ങൾ യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും ഇവ രണ്ടും പ്രസംഗിക്കണം, മാനസാന്തരവും പാപമോചനവും. അപ്പം മാനസാന്തരത്താൽ കഴിക്കുന്ന സ്നാനം കൊണ്ട് പാപമോചനം ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്നാനത്തിനുള്ള വൈജാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നറിയണം. ഒന്ന് പറയട്ടെ, മാനസാന്തര സ്നാനത്തിൽ നാമം ഉപയോഗിക്കുന്നില്ല. എന്നാൽ പാപമോചനത്തിൻ്റെ സ്നാനത്തിൽ നാമം ഉപയോഗിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. മാനസാന്തര സ്നാനത്തിൽ അപ്പോൾ നമുക്ക് മാനസാന്തരപ്പെട്ട് സ്നാനങ്ങൾ നടത്തുമ്പോൾ 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. രണ്ടാമത്, മാനസാന്തര സ്നാനം ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നില്ല, പ്രവചിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ, അപ്പോൾ നാമം ഇതിനകത്ത് ആവശ്യമാണ്. 2, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. 3, അന്യഭാഷ സംസാരിക്കുന്നു. 4, പ്രവചിക്കുന്നു. ഇപ്പം കൃപാവരങ്ങളൊക്കെയും അടങ്ങിയതായ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഭക്ഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോൾ അവൻ്റെ മരിച്ചടക്ക പുനരുത്ഥാനത്തോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ അവനെ ധരിക്കുകയാണ് ചെയ്യുന്നതെന്ന് സ്തോത്രം ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഈ വൈജാത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീടായി ചിന്തിക്കാം. വളരെ വിശാലമായിരിക്കുന്ന ഒന്നാണ് ആ വിഷയം. വീണ്ടും നാം ചിന്തിക്കുന്നു, അപ്പം അവൻ്റെ നാമത്തിൽ പാപമോചനം, മാനസാന്തരം. അപ്പം മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും ഇവ രണ്ടും പ്രസംഗിക്കണമെന്ന് ഉപദേശിച്ചു. ഇത് ദൈവം എല്ലാവരോടും കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ദൈവം എല്ലാവരോടും കൽപ്പിക്കുന്നതാണിത്. അപ്പം മാനസാന്തരം എന്നുള്ളതായിരിക്കുന്ന വിഷയം പ്രവാചകന്മാർ തുടങ്ങി, യോഹന്നാൻ സ്നാപകൻ തുടങ്ങി, യേശുക്രിസ്തു തുടങ്ങി, അപ്പോസ്തലന്മാർ ഒരേ പ്രസംഗിക്കുന്നതായ വിഷയമാണ് മാനസാന്തരമെന്ന് ഉള്ളത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 30 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്താണ്? അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതായ
സ്തോത്രം, ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്തോത്രം യോഹന്നാൻ സ്നാപകൻ ചെയ്തത്. അതിനുവേണ്ടി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുകയാണ്. സ്തോത്രം, വഴിയൊരുക്കുവാൻ, പാതനിരപ്പാക്കുവാൻ ദൈവത്തിൻ്റെ സ്തോത്രം ആത്മാവ് അല്ലെങ്കിൽ ദൈവം തന്നെ പ്രവാചക സൂക്തങ്ങളിലൂടെ സംസാരിച്ച തിരുവചനത്തിൻ്റെ നിവൃത്തിയായി മുൻപേ അയക്കുന്ന യോഹന്നാനിൽ സ്തോത്രം നിക്ഷിപ്തമായിരിക്കുന്ന ജോലിയുടെ നിർവഹണമാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ചത് മാനസാന്തര സ്നാനമത്രേ. മർക്കോസ് 1:4 മത്തായി 3:11 അപ്പോസ്തലപ്രവൃത്തി 10:1-5-7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ചത് മാനസാന്തര സ്നാനമത്രേ. അപ്പോൾ ഇത് ദൈവം കൽപ്പിച്ചതാണ്, ഇത് ക്രിസ്തു കൽപ്പിച്ചതാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 5-16-3 നമ്മൾ വായിക്കുമ്പോൾ സഭയോട് മാനസാന്തരപ്പെടുക. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം എന്താണ്? സ്തോത്രം, നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസ് സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ നമുക്ക് ഒന്ന് വായിക്കുമ്പോൾ മർക്കോസ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മർക്കോസ് 6:12 മുതൽ നമുക്ക് ഒന്ന് വായിക്കാം. സ്തോത്രം, ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായ സ്തോത്രം ഒരു കാര്യമാണ്. എന്താണ്? അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അവരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. 7 മുതൽ വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട അനന്തരം അവൻ 12 വരെ അടുക്കൽ വിളിച്ചു അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വടിയില്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിയിൽ കാശും അരുത്, ചെരിപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളയണമെന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. സ്തോത്രം. അപ്പം ഈ 2 പേരെ കർത്താവ് 12 പേരിൽ ഈ 2 പേരെ വീതം പ്രവർത്തനങ്ങൾക്കായിട്ട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കാൻ അയക്കുമ്പോൾ സ്തോത്രം അവരുടേതായിരിക്കുന്ന മുഖ്യമായ വിഷയം ഇതായിരുന്നു. എന്തായിരുന്നു? മാനസാന്തരപ്പെടണമെന്നുള്ളതായിരുന്നു. ഇതായിരുന്നു അവരുടെ മുഖ്യമായ. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു അവരെ അപ്പോസ്തലന്മാരെ ഈ 2 തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ അവരോട് പറഞ്ഞത് സ്തോത്രം എന്താണ്? മാനസാന്തരപ്പെടുക. നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിലും നമ്മൾ കണ്ടു. സ്തോത്രം. അപ്പോൾ മാനസാന്തരപ്പെടുക, എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ക്രിസ്തുവിൻ്റെയും കൽപ്പനയായിരുന്നു. അത് ആത്മാവ് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തും. അപ്പം പരിശുദ്ധാത്മാവ് നീതി, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അപ്പോൾ നീതി എന്താണെന്ന്, സ്തോത്രം, ന്യായവിധി എന്താണെന്ന്, പാപം എന്താണെന്ന് ഓർമ്മപ്പെടുത്തും എന്നുള്ളതാണ്. പ്രിയരേ, സ്തോത്രം, അപ്പോൾ വളരെ വിശാലമായ വിശകലനം ചെയ്തറിയേണ്ടതായ ഒന്നാണ് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അപ്പോൾ പറഞ്ഞു വന്നത് സ്തോത്രം എന്താണ്?
ഇത് പ്രവാചകന്മാരുടെ ഉപദേശമായിരുന്നു. 2, ഇത് യോഹന്നാൻ സ്നാപകൻ്റെ ഉപദേശമായിരുന്നു. ഇത് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശമായിരുന്നു. ഇത് അപ്പോസ്തോലന്മാരുടെ ഉപദേശമായിരുന്നു. ഇത് ദൈവം കൽപ്പിച്ചിട്ടുള്ളതാണ്. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. ഇത് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ഉപദേശിച്ചതാണ്, ഓർമ്മിപ്പിച്ചതാണ്. മരിച്ചതിന് ശേഷവും മരിച്ചതിന് മുൻപും. സ്തോത്രം. വീണ്ടും ആത്മാവ് ഓർമ്മിപ്പിച്ചതാണ്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തും. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത്. സ്തോത്രം. ഇതിനു വേണ്ടിയായിരുന്നു? സ്തോത്രം. പാപമോചനത്തിന്. സ്തോത്രം. മോചിക്കപ്പെടുവാൻ. അതുകൊണ്ട് ഇത് സ്തോത്രം മാനസാന്തരത്തിനായി, രക്ഷയിലേക്ക് നയിക്കുവാൻ ഉളവാക്കുന്ന മാനസാന്തരം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. അതുകൊണ്ട് എന്താണ് മാനസാന്തര സ്നാനവും അഗ്നിയാലുള്ള സ്നാനവും തീയാലുള്ള സ്നാനവും യേശു ക്രിസ്തുവിനോട് ചേരുന്നതായ സ്നാനം, ഇതൊക്കെയും ഇതിൻ്റെ വൈജാത്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അടുത്ത ദിവസം നമുക്ക് മാനസാന്തര സ്നാനവും അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത് യേശു ക്രിസ്തുവിൻ്റെ നാമവും തമ്മിലുള്ള പ്രത്യേകത, വൈജാത്യങ്ങൾ, വ്യത്യസ്തതകൾ എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. അതിൽ നിന്നുള്ളതായിരിക്കുന്ന പല ചിന്തകൾ നമുക്ക്, പല ചോദ്യോത്തരങ്ങൾ നമുക്ക്, ചില അബദ്ധമായ ധാരണകൾ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് നാമം, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നവനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. ഈ സ്നാനവും മനസ്സാന്തരവും തമ്മിലുള്ള വൈജാത്യങ്ങൾ. സ്തോത്രം. ഇതിലുള്ള ദൈവിക മുൻകുറി എന്താണ്? അതിലെ ദൈവിക നീതി എന്താണ്? അതിലടക്കം ചെയ്തിട്ടുള്ളതായ യാഗമെന്താണ്? സ്നാനമെന്താണ്? പരിച്ഛേദന. ഇതെല്ലാം നമുക്ക് ഓരോ ഭാഗങ്ങളിലായി തുടർന്ന് നമുക്ക് ചിന്തിച്ച് പഠിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ കൊണ്ട്. സ്തോത്ര. സത്യവചനത്തെ യഥാർത്ഥമായി അറിഞ്ഞ് നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവിക പരിജ്ഞാനം പ്രാപിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ, നിത്യതയിലേക്ക് കാണപ്പെടുവാൻ, ഫോഷ്കിൻ്റെ ഉപദേശങ്ങൾ ത്യജിച്ച് സത്യത്തിൻ്റെ ഉപദേശത്തെ മനസ്സിലാക്കി യഥാർത്ഥമായ ദൈവവചനത്തെ പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനെ ധരിച്ച് കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളിൽ നിത്യത നഷ്ടപ്പെടാതെ നിലനിൽക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ നിത്യാനുഗ്രഹം നമ്മുടെ എല്ലാവരുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഗോഡ് ബ്ലെസ് യു.